ഷൗക്കത്തിന്റെ വിജയം ഭരണത്തിൽ മാറ്റമുണ്ടാക്കില്ലെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തത്സ്ഥിതി പ്രതിഫലിപ്പിക്കും. ഒന്നാമത്, ജനത്തിന് LDF സർക്കാരിലുള്ള അതൃപ്തിയെ മറികടക്കാൻ പ്രചാരണങ്ങൾക്കായില്ല. രണ്ടാമത്, വർഗീയ പ്രീണനങ്ങളെയും മതമൗലികവാദത്തെയും ഒന്നും കൈവിടാനുള്ള മതേതര വളർച്ച ഇടതിനും വലതിനും ഇനിയും ഉണ്ടായിട്ടില്ല. മൂന്നാമത്, സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ വന്യജീവി ആക്രമണത്തിലെ നിഷ്ക്രിയത അമിത പ്രതീക്ഷയില്ലെങ്കിലും പുതിയ പരീക്ഷണങ്ങൾക്ക് മലയോര മണ്ഡലങ്ങളെ നിർബന്ധിതരാക്കും. തീർന്നില്ല, ആശമാരെ പോലെയുള്ള ഹതഭാഗ്യരോടുള്ള സർക്കാരിന്റെ നിന്ന നിർണായക സമയങ്ങളിൽ തിരിഞ്ഞുകൊത്തും. PV അൻവർ തനിച്ച് നേടിയ 19,760 വോട്ടിലേറെയും UDFന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ദൗർബല്യ സൂചനയാണ്. നിലമ്പൂർ എല്ലാ കാര്യത്തിലും നേർക്കണ്ണാടിയല്ല, പക്ഷെ മുന്നറിയിപ്പാണ്. മുഖ്യമന്ത്രിയോട് വിയോജിച്ച് ഇടത് സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയാക്കിയത്. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. അദ്ദേഹത്തിന് 77,737 വോട്ടുകളും LDFിലെ M സ്വരാജിന് 66,660 വോട്ടുകളും ലഭിച്ചു. UDFും LDFും എഴുതിത്തള്ളിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് 19,760 വോട്ട് ലഭിച്ചത് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലിന് മുകളിലായി. അൻവറിന്റെ വാറോലകൾക്ക് വഴങ്ങാതെ തെരഞ്ഞെടുപ്പ് നേടാനായത് UDFന്റെ നേട്ടമായി പറയാവുന്നതാണ്. പക്ഷേ പിണറായി വിജയനെ പരസ്യമായി എതിർത്ത് LDFിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത ഇല്ലാതെ പോയി. അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 1,00,000 കടന്നേനെ എന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ കുറ്റബോധമല്ലെങ്കിൽ നഷ്ടബോധമുണ്ട്. ഇത്രയും വോട്ട് കിട്ടിയ അൻവറിനെ തള്ളാൻ കഴിയില്ലല്ലോ എന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളിലും ദൃഷ്ടാന്തമുണ്ട്. അൻവറിനെ തള്ളിയതിൽ ആദർശമൊന്നും പറയാനില്ല. പ്രത്യേകിച്ചും മതമൗലികവാദ നിഴലിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ ആലിംഗനം ചെയ്തു നിൽക്കുമ്പോൾ വിജയത്തിലുള്ള ആത്മവിശ്വാസക്കുറവാകാം ഈ കൂട്ടുകെട്ടിന് UDFനെ പ്രേരിപ്പിച്ചത്. എങ്കിൽ ഭേദം അൻവർ അല്ലായിരുന്നു എന്ന ചോദ്യം മതേതര കേരളത്തിനുണ്ട്. PDPയും അഖില ഭാരത ഹിന്ദു മഹാസഭയും LDFനെ പിന്തുണച്ചത് ചൂണ്ടിക്കാട്ടി ഇതൊന്നും പ്രതിരോധിക്കാനാവില്ല. ശുദ്ധ മതേതരത്വം എന്ന ഇടതുവലത് രാഷ്ട്രീയ നുണകൾ നിലമ്പൂരിൽ നിലംപരിശായി. വന്യജീവി ആക്രമണം കേരളത്തെ വിഴുങ്ങുമ്പോഴും ഒന്നും ചെയ്യാനാകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള മുന്നറിയിപ്പും നിലമ്പൂരിലുണ്ട്. UDFന് വോട്ട് നേടിക്കൊടുത്തതിൽ വനംമന്ത്രി AK ശശീന്ദ്രനും ചെറുതല്ലാത്ത പങ്കുണ്ട്. വിഷയത്തിന്റെ ഗൗരവം അൻവറിന് മനസ്സിലായെന്ന് തോന്നുന്നു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ 2026 അത്ര എളുപ്പത്തിൽ വിജയിച്ച സർക്കാർ രൂപീകരിക്കാമെന്ന് കരുതിയാൽ നടക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 60-ലധികം നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് വന്യജീവി ആക്രമണം ജീവൽ പ്രശ്നമാണ്. വിഷയം പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടായാൽ UDFനൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നും മലയോര മേഖലയിലെ കർഷക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1972 വനം വന്യജീവി നിയമത്തെ തള്ളിയും തള്ളാതെയും ഉരുളുന്ന കോൺഗ്രസിൽ അമിത പ്രതീക്ഷയില്ലെങ്കിലും LDFിൽ മലയോര കർഷകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വനനിയമം മാറ്റില്ലെന്ന് ആവർത്തിക്കുന്നതിലൂടെ വന്യജീവി ആക്രമണത്തിൽ മൃഗപക്ഷത്താണെന്ന് BJPയും തെളിയിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനങ്ങൾ, സാമ്പത്തിക കെടുകാര്യസ്ഥത, ധൂർത്ത്, നിസ്സഹായരായ ആശമാരോട് പോലുമുള്ള സർക്കാർ പാർട്ടി ധാർഷ്ട്യം, വനം വകുപ്പിന്റെ സമാന്തര ഭരണം, കാർഷിക തകർച്ച, വിളകളുടെ സംഭരണ വില യഥാസമയം കൊടുക്കാത്തത് തുടങ്ങിയവയൊക്കെ LDFനെ തുറച്ചു നോക്കുന്നുണ്ട്. തിരുത്തമോ എന്നറിയില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൊടുക്കൽ വാങ്ങലുകളുടെയും വർഗീയ ബാന്ധവങ്ങളുടെയും കുതിരക്കച്ചവടത്തിന്റെയും ഒക്കെ എഞ്ചിനീയറിംഗായി മാറിയിട്ടുണ്ട്. പക്ഷെ ജനക്ഷേമ നയങ്ങളും സുതാര്യതയും ജനാധിപത്യ മതേതര നിലപാടുകളും മുറുകെ പിടിക്കുന്ന ഒരു സംയുക്ത രാഷ്ട്രീയവുമുണ്ട്. നിലമ്പൂരിൽ അതായിരുന്നോ എന്നും 2026 തെരഞ്ഞെടുപ്പിൽ തിരുത്തണോ എന്നും പാർട്ടികളെല്ലാം ആലോചിച്ചാൽ കൊള്ളാം.